ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്ന മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ, അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. കാരണം വേറൊന്നുമില്ല, ഇറാൻ എന്തോ വലിയ രീതിയിലുള്ള യുദ്ധം, എല്ലാ രാജ്യങ്ങൾക്ക് മേളിലും ഭീകരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ഇറാൻ്റെ വിജയകഥകൾ നമുക്ക് പല മീഡിയകളിലും കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. യാഥാർത്ഥ്യം മറിച്ചെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഉള്ളിൽ തകർത്ത് വെച്ചുള്ള ആക്രമണങ്ങളാണ്. ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു മാപ്പ് ശരിക്കും ഇറാൻ്റെ മാപ്പാണ്. ഇതിൽ റെഡ് കളറിൽ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്ന അത്രയും സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി മാത്രം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ്. ഇതേപോലെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ പറയത്തക്ക രീതിയിൽ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ഇറാൻ ഒരു വലിയ സ്റ്റേറ്റ് ആണെങ്കിലും പറയത്തക്ക രീതിയിൽ പ്രിസൈസായിട്ട് അറ്റാക്ക് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്ഥലങ്ങളൊന്നുമില്ല. കാരണം ഇവർ രാജ്യത്തിനെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. കാരണം ഇവരുടെ കയ്യിലുള്ള പൈസയെല്ലാം തന്നെ ചൈന എണ്ണ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന പൈസ, അതുപോലെ തന്നെ ഇവർ പലർക്കും ഷാഡോ ഫ്ലീറ്റ് വഴിയൊക്കെ എണ്ണ വിൽക്കുന്നതിൻ്റെ പൈസയൊക്കെ ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മുള്ള ടീംസ് അവർ ശരിക്കും ഈ രാജ്യ പുരോഗതിക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ല സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ നിരന്തരം ഈ ബസിജി എന്ന് പറഞ്ഞാൽ IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഈ സെക്യൂരിറ്റി സിസ്റ്റമാണ് ശരിക്കും ഇറാൻ്റെ ഉള്ളിൽ ഈ പ്രതിഷേധകരെയൊക്കെ അടിച്ചമർത്തിയതിലും പ്രതിഷേധകർക്ക് നേരെ വെടിയുതിർത്തതിലൊക്കെ വലിയ പങ്കുള്ളത് ഈ ബസിജി കമ്മ്യൂണിറ്റിക്കാണ്. ഈ ബസിജി ടീമുകളെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുകയാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ അല്ല. സൈഡിൽ ഫൂട്ടേജൊക്കെ വയ്ക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. പല സ്കൂളുകളിലും പല ടാക്ടിക്കലായിട്ടുള്ള ഏരിയകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. സ്കൂൾ, മോസ്ക്, ഹോസ്പിറ്റൽസ് ഇവിടെയൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം മോസ്ക് തിരഞ്ഞെടുക്കാറില്ല, കാരണം മോസ്ക് കൃത്യമായിട്ട് ആക്രമിക്കപ്പെടും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തിരഞ്ഞെടുക്കുന്നത് സ്കൂളുകളും ഹോസ്പിറ്റലുകളുമാണ്. പക്ഷെ അതൊക്കെ ഇസ്രായേൽ കൃത്യമായിട്ട് ബ്ലൂ പ്രിന്റ് ഇട്ട് ആക്രമിക്കുന്നുണ്ട്. ഈ ബസിജി ടീമുകളെ IRGCയുടെ വാലുകളാണിത്. ഈ വാലുകളെ കൃത്യമായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ അമേരിക്ക യുദ്ധത്തിന് ഓക്കെ പറഞ്ഞ് ഇസ്രായേലിനൊപ്പം കൂടെ നിൽക്കുന്നു, ഓക്കെയാണ്. പക്ഷേ ആക്രമണങ്ങൾ ഇസ്രായേൽ തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. ആക്രമണം എന്ന് പറഞ്ഞാൽ ഇന്നലെ മെഹർബാദ് എയർപോർട്ടിൽ വീണ്ടും ആക്രമണം. മെഹർബാദ് എയർപോർട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റൺവേ ട്രാക്ക് തന്നെ അടിച്ച് തകർത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അതുപോലെ തന്നെ ടെഹ്റാനിലെ മെയിൻ എയർപോർട്ടിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, അതായത് ഇവരുടെ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഫോണൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതെല്ലാം തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബസിജി ടീമുകളുടെ സെക്യൂരിറ്റി പോയിന്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട്. വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇറാൻ്റെ ഉള്ളിൽ. ശരിക്കും ഇറാനെ അനുകൂലിക്കുന്ന പ്രോ ഇറാനിയൻ ടീമുകൾ അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടുത്തെ ഫൂട്ടേജസ് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവിടെ ഇന്റർനെറ്റൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലർക്കൊക്കെ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. അതിലൂടെ വരുന്ന 1-2 ഫൂട്ടേജുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. പണ്ടത്തെ പോലെ നമുക്ക് ഒരുപാട് ഫൂട്ടേജസ് ഇപ്പോൾ കിട്ടാറില്ല, കാരണം ഇറാൻ ഇന്റർനെറ്റ് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ ആക്രമണങ്ങൾക്ക് ഒരു കുറവില്ല. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 35 വർഷം പുറകിലോട്ട് പോയിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, എവരിഡേ രാത്രി പോവാണ്, പല വേവ് ഓഫ് അറ്റാക്ക് നടത്തുകയാണ്. പിന്നെ ആ ഒരു രാജ്യം ഏത് അവസ്ഥയിലായിരിക്കും? 1, 2, 3 മിസൈലുകൾ വന്ന് പതിക്കുന്ന ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ സെൻട്രൽ ഇസ്രായേലിൽ ഞാൻ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കൂ. תראו בית ליד. זה עכשיו. הלך הבית. יואו, אימא'לה. സെൻട്രൽ ഇസ്രായേലിൽ ഇന്ന് ഈ മാപ്പിൽ കാണിക്കുന്ന 2 ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്താണ് ഇറാൻ മിസൈലുകൾ വിട്ടത്. അതിൽ ക്ലസ്റ്റർ വാർഹെഡ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്ലസ്റ്റർ വാർഹെഡിനെ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ അത് താഴെ വന്ന് പതിക്കുകയും അതിലുണ്ടായിരുന്ന ഒരു ക്ലസ്റ്റർ വാർഹെഡ് പൊട്ടാതെ അവിടെ കിടക്കുന്ന ആ ഒരു ഇമേജാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു വീടിനുള്ളിൽ ക്ലസ്റ്റർ വാർഹെഡ് പതിച്ചതിൽ ഉണ്ടായ ഡാമേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 1, 2 മിസൈലുകൾ വന്ന് വീഴുന്നതും ഈ ഡെബ്രികൾ വന്ന് വീഴുമ്പോഴും ഉണ്ടാകുന്ന ആഘാതമാണ് ഇത്രയ്ക്കെങ്കിൽ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ബങ്കർ ബസ്റ്റർ വെച്ച് അടിക്കുന്ന ഇറാൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ചിന്തിച്ച് നോക്കേണ്ടത്. ശരിക്കും ഇവിടെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ പുകമറ സൃഷ്ടിക്കുകയാണ്. നമ്മൾ പല വീക്ഷണത്തിൽ ജിയോ പൊളിറ്റിക്സ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. US-ന്റെ വീക്ഷണത്തിൽ എത്തിക്കുന്നുണ്ട്, ചൈനയുടെ വീക്ഷണത്തിൽ എത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല പെർസ്പെക്റ്റീവിൽ, ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു യുദ്ധം എങ്ങനെയാണ് പല രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഒരേ ഫോക്കസ് ലൈനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ജിയോ പൊളിറ്റിക്സ് നിങ്ങൾക്ക് തരാറില്ല.
അങ്ങനെ വീക്ഷണം നടത്താൻ പറ്റില്ല ഒരിക്കലും. ഇറാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ അവസ്ഥ ഇതാണ്. ഇറാൻ ശരിക്കും ഇനി ഇല്ല, അതാണ് അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇനി 3 ആഴ്ച കൂടി ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ആഴ്ച കഴിയുമ്പം ഇറാൻ ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. അത്തരത്തിലാണ് ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ തെഹ്റാൻ എന്ന് പറഞ്ഞ തലസ്ഥാനം ഇനി ഉപയോഗശൂന്യമാണ്. അവിടെ ബോംബ് വീഴാത്ത സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് ആക്രമണങ്ങൾ. തെഹ്റാനിലെ സർഫ്ഷാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ വീഡിയോ നോക്കൂ. ആ ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, എയർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഇപ്പോഴോ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ആക്രമണത്തിന്റെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെഹ്റാനിൽ പല സ്ട്രീറ്റുകളിലും ഇതാണ് അവസ്ഥ. ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ IRGCയിൽപ്പെട്ട ഒരുത്തൻ താമസിക്കുന്നുവെങ്കിൽ ആ ബിൽഡിങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇസ്രായേൽ. അത് ടാർഗറ്റഡ് ലൊക്കേഷനായിട്ട് ലോക്ക് ചെയ്യുകയാണ്. അതേപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിലാണെങ്കിൽ കിരിയത്ത് ബെർസലേവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആ ഒരു ഏരിയയിൽ, ആ ഒരു ചുറ്റുപാടിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് വരണ്ട, ജനലുകളുടെ അടുത്ത് വന്ന് നിൽക്കേണ്ട, ബങ്കറിലേക്ക് പോകണം, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലേർട്ട് സിസ്റ്റം അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും ഈ ക്ലസ്റ്റർ വാർഹെഡ് വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് 1-2 അവിടെയൊക്കെ വീഴുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മരണവാർത്ത കാത്തിരിക്കുന്ന പ്രോ ഇറാനിയൻ ഗ്രൂപ്പുകൾക്ക് ഇന്നലെ ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു കഫേയിൽ വന്നിട്ട് ഒരു കോഫി വാങ്ങിച്ചു കുടിച്ചിട്ട് വിരലൊക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇന്നലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും പ്രേക്ഷകർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ UAEയുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. പലരും ഇന്ത്യ ഏതോ ആയുധങ്ങൾ ഇറക്കി കൊടുക്കാൻ പോകുന്നതൊക്കെ വാർത്തകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വായിച്ച മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ അടുത്തും സംസാരിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് മേഖലയിലും സംസാരിക്കുന്നുണ്ട്. ഒരു മിഡിൽ റോൾ എടുത്തുകൊണ്ട് ശരിക്കും ഇറാനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് UAEക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു മീഡിയേഷൻ എന്നുള്ള നിലയിൽ. അല്ലാതെ ഒരിക്കലും മിഡിൽ ഈസ്റ്റിൽ ആയുധങ്ങൾ ഇറക്കി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപാടി ഇന്ത്യക്കില്ല. അത്തരത്തിലുള്ള വാർത്തകളൊന്നും എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ സൗദി ക്രൗൺ പ്രിൻസ് MBS ട്രംപിൻ്റെ അടുത്ത് ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയതായിട്ടും അതിൽ ഇറാനെ എത്രയും വേഗം അടിച്ചൊതുക്കാൻ പറഞ്ഞതായിട്ടുമുള്ള വാർത്തകൾ മൊസാദിൻ്റെ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ ലെബനന്റെ ഉള്ളിലേക്ക് ഓപ്പറേഷൻ ഹമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഹമ്മർ എന്ന് പറഞ്ഞിട്ട് ആർട്ടിലറി ഗൺ ടാങ്കുകളൊക്കെ ഇറക്കിക്കൊണ്ട് പോവാണ്. അതേപോലെ ലിമിറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷനാണ്, മെജോറിറ്റി എയർ സ്ട്രൈക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലെബനന്റെ ഉള്ളിൽ ബെയ്റൂത്തിൽ ഒരു വലിയ ഏരിയ തന്നെ ഇസ്രായേൽ അടിച്ചു തുലച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫൂട്ടേജ് ഞാനിവിടെ വെക്കാം. 2 minutes വീഡിയോ ആണ്. സൈഡിൽ ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടോളൂ. പക്ഷെ ഞാൻ വാർത്തകൾ അതിലൂടെ പറഞ്ഞു പോവാം. അപ്പോൾ അതുപോലെ ട്രംപ് വരുന്ന ഏപ്രിലിൽ ചൈന സന്ദർശിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വാർത്ത. അപ്പോൾ അതായത് ചൈനയുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഇപ്പോൾ നടക്കില്ല. ഇപ്പം ഇന്ന് ശരിക്കും തെഹ്റാൻ, തബ്രീസ്, ഷിറാസ് ഈ 3 ഏരിയകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ആക്രമണം നടത്തും ഇസ്രായേൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ US B-2 സ്ട്രാറ്റജിക് ബോംബർ എടുത്തുകൊണ്ടൊക്കെ പോയി അറ്റാക്കുകൾ തകൃതിയായിട്ട് നടത്തുന്നുണ്ട് അമേരിക്ക. രാത്രി കാലങ്ങളിൽ പ്രിസൈസ് ആയിട്ടുള്ള ഏരിയകൾ, ഹെവി അറ്റാക്ക് നടത്തേണ്ട സ്ഥലങ്ങളൊക്കെ തെരഞ്ഞുപിടിച്ച് കൃത്യമായിട്ടുള്ള അറ്റാക്ക് അവിടെ നടത്തുന്നുണ്ട് അമേരിക്ക. ശക്തമായിട്ടുള്ള ആക്രമണമാണ്. ഇറാൻ ശരിക്കും തൊലഞ്ഞിരിക്കുകയാണ്. വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും തന്നെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം തെഹ്റാൻ ഇല്ല. തെഹ്റാൻ, ഷിറാസ്, ടബ്രീസ് സ്ഥലങ്ങളിലുള്ള IRGC കമാൻഡ് യൂണിറ്റ് ഓഫീസുകൾ ഇന്ന് ടാർഗറ്റ് ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കറുത്ത വസ്ത്രമിട്ട ഈ ബസ് ടീമുകളുണ്ടല്ലോ, ഈ IRGCയുടെ വാലുകളായിട്ട് നടക്കുന്നത്, യുവമാരെ എവിടെ കണ്ടാലും അടിക്കും. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. തെഹ്റാൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മാസീവായിട്ടുള്ള ആക്രമണം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. അതായത് ഒരു വലിയ ഏരിയ തന്നെ, കിലോമീറ്റർ കണക്കിൽ വലിയ ഏരിയ പുകച്ച് കളഞ്ഞിരിക്കുകയാണ് നടത്തുന്നത്. ഇസ്രായേലാണ് അടിക്കുന്നത്. സാറ്റലൈറ്റ് കമാൻഡ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കീ ഫെസിലിറ്റീസ് ആണ് ആക്രമിച്ചിരിക്കുന്നത്. അമേരിക്കയും UK-യും തമ്മിൽ ചെറിയൊരു ക്ലാഷ്. ഈ ക്ലാഷ് എന്ന് പറഞ്ഞാൽ ട്രംപ് അന്ന് പറഞ്ഞ് UK നീയും കൂടെ വാ, നിന്റെ വാർഷിപ്പ് വിട്ടേക്ക്, അതേപോലെ ഫൈറ്റർ ജെറ്റുകളെ വിട്, ഇറാനെതിരെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർമർ പതിയെ വലിഞ്ഞ്. കാരണം സ്റ്റാർമർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇഫ്താർ പാർട്ടിക്ക് പോയിട്ട് വന്നിട്ട് ഈ ഫ്രീ പാലസ്തീനി ടീമുകളിലേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് പുള്ളിക്കാരൻ ഇതിന് പോയില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പിൻവലിഞ്ഞ്. അപ്പോൾ അത് ട്രംപിന് മനസ്സിലായി.
അപ്പോൾ ട്രംപ് അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർമർ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞു ഇനി നീ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇറാനിൽ മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി നിന്റെ സഹായം എന്തിനാണ്? സഹായം ആവശ്യമുള്ള സമയത്താണ് ചെയ്യേണ്ടത്, അല്ലാതെ അനാവശ്യമായിട്ടുള്ള സമയത്ത് നീ വന്ന് ചെയ്യേണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, മര്യാദയ്ക്ക് തന്നെ പറഞ്ഞത്. ഞങ്ങൾ ഓൾറെഡി കൃത്യമായിട്ടുള്ള കീ സ്പോട്ടുകളൊക്കെ അറ്റാക്ക് ചെയ്ത് യുദ്ധം വിജയിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനിയെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അയാൾ എലിമിനേറ്റ് ചെയ്തു. അയാൾ എലിമിനേറ്റ് ആയി എന്ന് പോലും അറിഞ്ഞിട്ടില്ല IRGC ഉദ്യോഗസ്ഥർ. അതിനു മുന്നേ അവർ ഇസ്രായേലിന് നേരെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയൊക്കെ മിസൈലുകളും ഡ്രോണുകളൊക്കെ അയച്ചു തുടങ്ങി. കാരണം അവരറിഞ്ഞിട്ടില്ല ആയത്തുള്ള ഖമനി പടമായ കാര്യം. ആയത്തുള്ള ഖമനി കൊല്ലപ്പെട്ടു എന്നുള്ളത് അവർ മണിക്കൂറുകൾക്ക് ശേഷമാണ് അറിയുന്നത്. خدا غیر از تو پناهگاهی نداری. من این دیگه بود با آقا بودم رفت. അത്തരത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി ഞങ്ങൾ യുദ്ധം വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇനിയിപ്പോൾ UK സപ്പോർട്ട് എന്തിനാണ് ട്രംപ് ചോദിച്ചത്? ഇപ്പോൾ ഇന്ന് കീർ സ്റ്റാർമർ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ 2-3 ദിവസം ഇരുന്ന് ആലോചിക്കുകയാണ്. ട്രംപ് പറഞ്ഞിട്ട് ഏതാണ്ട് 4 ദിവസമായി. ഇപ്പം ഇയാൾ 2-3 ദിവസം ഹോട്ടൽ മുറിയെടുത്തിരുന്ന് ആലോചിച്ചിട്ട് എന്ത് പറയണം, എന്ത് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും യൂറോപ്പും നാറ്റോയൊക്കെ ചേർന്നിട്ട് ഈ വിഷയത്തിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കീർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട ഇറാന്റെ ഈ ഒരു മേജർ വാർഫെയറിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, അത് സെപ്പറേറ്റ് ആണ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം കീർ സ്റ്റാർമർ പുറത്തിറക്കിയിരിക്കുന്നത്. UK എടുത്തായാലും നാറ്റോ രാജ്യങ്ങളെടുത്തായാലും അമേരിക്ക പകരം വീട്ടും. കാരണം നാറ്റോയിലൊക്കെ ഏറ്റവും മെജോറിറ്റി കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് അമേരിക്കയാണ്. ഫണ്ട് അതൊക്കെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഇടുന്നു? 3%, 2%. ഞാനും ഇനി 2% ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ടൊക്കെ വെട്ടിക്കുറച്ചാലുണ്ടല്ലോ ഇവരൊക്കെ പെടും. അമേരിക്കയുടെ കാല് പിടിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇവർക്ക് അമേരിക്കയെ തൽക്കാലം ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത് കളയാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇപ്പൊ ഫുള്ളായിട്ട് ഇവരുടെ സെക്യൂരിറ്റിക്ക് എല്ലാം തന്നെ അമേരിക്ക ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. കുറച്ചൊരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ഓൺ ഡിഫൻസ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവർക്ക് അമേരിക്കയെ എതിർത്ത് നിൽക്കാം. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അമേരിക്ക ഒപ്പോസ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വൻ ദുരന്തമായി മാറും യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും. ഈ യുദ്ധം ഒന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ ട്രംപ് യൂറോപ്പിനിട്ട് മുട്ടം പണി കൊടുക്കും, ഉറപ്പാണ്. ഇറാനാണെങ്കിൽ റൊമാനിയയെ വാൺ ചെയ്തിരിക്കുകയാണ്. റൊമാനിയ നിങ്ങൾ എയർബേസ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെയും ആക്രമിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണി. അത് എവിടെയാണ് ഇവർ യുദ്ധം നടത്തുന്നത്? ഇവരുടെ പാരലൽ ട്രാപ്പ് എസ്കലേഷൻ വാർ ടാക്ടിക്സിന് ഒരു പരിധിയില്ലേ? ഈ റൊമാനിയയിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് വാൺ ചെയ്തിട്ടിരിക്കുകയാണ് ഇറാൻ. ഖത്തറിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇറാന്റെ പെരുമാറ്റം ശരിയല്ല, അവർ തുടരെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു, എസ്പെഷ്യലി ഖത്തറിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. അപ്പം അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നിർത്താനാണ് ഖത്തർ തീരുമാനിക്കുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ഫൈനാൻഷ്യൽ മിനിസ്റ്റർ സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ നല്ല രീതിയിൽ ട്രാഫിക് നടക്കുന്നുണ്ട്, ഒരുപാട് ട്രാൻസ്ഷിപ്മെന്റ് അതിൽ കടന്നു പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ ഇറാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പോഴും ഓപ്പൺ അല്ല, ട്രാഫിക് കൺട്രോൾഡ് ബൈ ഇറാൻ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നവർ. അതായത് അതിന്റെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് ഇറാനാണ്, അതായത് അമേരിക്കയല്ല. അത് നിങ്ങൾ അമേരിക്ക ആ ഏരിയ കൺട്രോൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചത്. കാരണം ഇയാൾ ഇങ്ങനെ പറയും, ഇതിനനുസരിച്ച് ഇനി ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റാൾക്കാർ അവിടെ ഷിപ്പ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടത്തില്ലേ? ഇവർ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയണേ ഇവർ. അല്ലാതെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോവാം എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റുകളൊന്നും പറയരുത്. കാര്യം ഫിനാൻഷ്യൽ മിനിസ്റ്റർക്ക് ആവാം, പക്ഷേ വിവരക്കേട് പറയാൻ പാടില്ല. കാരണം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ എത്ര ക്രിട്ടിക്കലായിട്ട് എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള നെഗോസിയേഷൻ നടത്തിയിട്ടാണ് ഇന്ത്യയുടെ വാർഷിപ്പിനെ വിട്ടിട്ടാണ് ഇന്ത്യൻ ഷിപ്പുകളെ അതിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ഡിഫിക്കൽട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഒരുപാട് കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. വളരെ നോർമലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് റൂട്ടായിട്ടാണ് ഈ സ്കോട്ട് ബെസന്റിന്റെ സ്റ്റേറ്റ്മെന്റിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പ്രത്യേകിച്ച് സ്കോട്ട് ബെസന്റ് പറഞ്ഞു റഷ്യൻ ഓയിൽ, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും ഇവിടെ അടിച്ചിറക്കാറുണ്ട്. ഇയാൾ എപ്പോഴും ഇങ്ങനത്തെ വിവരക്കേടുകളാണ് പറയുന്നത്. ഈ സ്കോട്ട് ബെസന്റ് എന്ന് പറയുന്ന ആള് ഡെമോക്രറ്റിക്കുമാണ്, റിപ്പബ്ലിക്കനുമാണ്. രണ്ട് വള്ളത്തിലും കയറി തുഴയുന്ന ആളാണ് ഈ സ്കോട്ട് ബെസന്റ്. ഇന്ത്യയുടെ ജഗ് ലഡ്കി എന്ന് പറഞ്ഞൊരു കപ്പല്, ഈ കപ്പല് ഫിജേര പോർട്ടിലായിരുന്നു UAE-യിൽ. അവിടെ മിസൈലിന്റെ ഡെബ്രി വീണിട്ട് ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇത് 14-ാം തീയതി ഈ കപ്പൽ ഫുള്ളി സേഫ് ആയിട്ട് ലോഡ് ചെയ്തു. ക്രൂഡ് ഓയിലാണ് ലോഡ് ചെയ്തത്.
അതിപ്പം സേഫായിട്ട് സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് പാസ് ചെയ്തിരിക്കുന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഏതാണ്ട് 80,800 മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് അതിലുള്ളത്. ഇതുവരെ ബംഗ്ലാദേശിന് മാത്രം ഇന്ത്യ 45,000 ടൺ ഡീസൽ പൈപ്പ് ലൈനിലൂടെ കൊടുത്തിട്ടുണ്ട്. ഈ നന്ദി കെട്ടവന്മാർക്കൊക്കെ നമ്മൾ ഡീസലൊക്കെ കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേ ഡീസൽ തന്നെ വെച്ച് ഇവന്മാർ അവിടെയുള്ള മൈനോറിറ്റികളെ കത്തിക്കാൻ ഈ ഡീസൽ തന്നെ ഉപയോഗിക്കുമാർ. എന്തായാലും പുതിയ ഗവൺമെന്റ് മാറി വന്ന സ്ഥിതിക്കാണ് ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.